നെക്സ്റ്റ് ഈസ് മോഡ്യൂൾ 5. നിങ്ങളുടെ സിലബസ് നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ 5 ആയിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് മോഡ്യൂൾ 2 കഴിഞ്ഞിട്ട് നേരെ മോഡ്യൂൾ 5 പോകുന്നു. പഠിക്കാൻ എളുപ്പമായിട്ടുള്ള പോർഷൻസാണ് ഞാൻ ആദ്യം ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകണം. അപ്പോൾ അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ കുറേ പോർഷൻ സിലബസിൻ്റെ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ പകുതിയോളം, ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പകുതിയോളം ഞാൻ വിട്ടിട്ടുണ്ട്. അത് പിന്നീട് ഇതൊക്കെ പഠിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ DC മെഷീൻ്റെ ഡിസൈൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനത് എടുക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, എസെൻഷ്യലായിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഇത് മോഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രാൻസ്ഫോർ പോലെ താരതമ്യേന അത്ര ഡിഫിക്കൽട്ട് ഇല്ലാത്തൊരു പോർഷനാണ് മോഡ്യൂൾ 5. അവിടെ ഡിസൈൻ ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ഡിസൈൻ ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഡീൽ ചെയ്യുന്നത്. അപ്പം 3 ഫേസ് ഇതിനകത്തും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടില്ല. ഞാൻ തന്നിരിക്കുന്ന നോട്ട്സിൽ അത് അന്നേരം ഞാൻ പറയാം. നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. അവിടെ 2 മാർക്കും കാണും, അന്നേരം ഇട്ടേക്കണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ കൂടെ നിങ്ങളും നിങ്ങളുടെ കൈ കിട്ടിയ ഹാർഡ് കോപ്പി ഓഫ് ദ നോട്ട്സ് കൈവശം വെച്ചേക്കണം, അത് വെച്ച് പഠിക്കണം. അപ്പം 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രഷ് മെമ്മറി. നിങ്ങൾക്കറിയാം, വി ഹാവ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് broadly classified as a 3-phase squirrel cage induction motor and 3-phase slip ring induction motor. 3 phase എടുക്കുകയാണെങ്കിൽ squirrel cage induction motor ഉണ്ട്, slip ring induction motor ഉണ്ട്. Apart from this 3 phase type, we have the single phase induction motor. Single phase induction motor ഉണ്ട്. Single phase induction motorനകത്ത് normally we use the squirrel cage rotor. സിംഗിൾ ഫേസിനകത്ത് സ്ക്വിറൽ കേജ് റോട്ടറാണ്. സിംഗിൾ ഫേസ് നമ്മുടെ ഈ ഡിസൈനകത്ത് വരുന്നില്ല. നമ്മൾ ഡിസൈനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് 3 ഫേസ് മാത്രമാണ്. അപ്പം 3 ഫേസിനകത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി റോട്ടർ കൺസ്ട്രക്ഷൻ ദി ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഡിവൈഡ് ഇൻറ്റു 2, ദ സ്ക്വിറൽ കേജ് ടൈപ്പ് ആൻഡ് ദി സ്ലിപ്പ് റിംഗ് ടൈപ്പ്. സ്ക്വിറൽ കേജ് എന്ന് പറയുമ്പോൾ റോട്ടർ ഒരു അണ്ണാൻ്റെ കേജ് മാതിരിയായിരിക്കുന്നത്. അതാണ് സിംപ്ലസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ഷൻ. അതിനകത്ത് നമ്മളാണെങ്കിൽ റോട്ടറിൽ സോളിഡ് ബാർസ് ഓഫ് കോപ്പർ അലൂമിനിയം ഇങ്ങനെ ചുറ്റാകെ വെച്ചിട്ട് 2 എൻട്രിങ്, ഇടതുവശത്ത് ഒരു എൻട്രിങ്ങും വലതുവശത്ത് ഒരു എൻട്രിങ്ങും വെച്ച് ഈ റോട്ടർ ബാർസ് എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും 2 അറ്റത്തും. എന്നിട്ട് ഈ റോട്ടർ സ്ലോട്ട്സ്, റോട്ടർ കണ്ടക്ടേഴ്സ് ഒരു ചെറിയ ചെരിവ് കൊടുക്കും, ഷാഫ്റ്റിന് പാരലായിട്ടല്ല. എന്തിനാണ് അതിനെ നമ്മൾ പറയുന്നത്? സ്ക്യൂവിങ് എന്നാണ്. സ്ക്യൂവിങ് കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ അത് കോഗിങ് എന്ന് പറയുന്നത്, അതായത് മെഷീന് സപ്ലൈ കൊടുത്താലും കറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ ഉണ്ടാകും. അതിന് ഹാർമോണിക്സൊക്കെ മൂലം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി റോട്ടർ കണ്ടക്ടേഴ്സിന് ഒരു ചെറിയ ചരിവ് കൊടുക്കും. ഒരുപാട് ചരിവില്ല, ഒരു 5 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഗ്രീസ് ഇൻക്ലിനേഷനൊക്കെ നമ്മൾ ചെറുതായിട്ട് കൊടുക്കും. അതിനെയാണ് സ്ക്യൂവിങ് എന്ന് പറയുന്നത്. ടു എലിമിനേറ്റ് കോഗിങ്. സപ്ലൈ കൊടുത്താലും മെഷീൻ കറങ്ങാതിരിക്കുന്ന അവസ്ഥയാണ് കോഗിങ്. ഹാർമോണിക്സ് മൂലമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വിറൽ കേജ് ആയിരുന്നാലും സ്ലിപ്പ് റിംഗ് ആയിരുന്നാലും ഇതിൻ്റെ സ്റ്റേറ്റർ എങ്ങനെയാണ്? സ്റ്റേറ്റർ പാർട്ട്, ദ സ്റ്റേറ്റർ പാർട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്. ദ സ്റ്റേറ്റർ പാർട്ട് ഓഫ് എ 3 ഫേസ് സ്ലിപ്പ് റിംഗ് ആസ് വെൽ 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഐഡൻറ്റിക്കൽ. എങ്ങനെയാണ്? സ്റ്റേറ്ററിനകത്ത് കുറേ സ്ലോട്ട്സ് ഉണ്ട്. സ്റ്റേറ്ററിൻ്റെ ഉൾവശം ഒരുപാട് സ്ലോട്ട്സ് ഉണ്ട്. ഈ സ്ലോട്ട്സിനകത്ത് വൈൻഡിങ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. നിങ്ങൾക്കറിയാം ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഞാൻ സിമ്മ് പഠിപ്പിച്ചപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ബോർഡിൽ ഡെവലപ്ഡ് വൈൻഡിങ് വരപ്പിച്ചതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വൈൻഡിങ്. സിംഗണസ് മെഷീൻ പഠിച്ചപ്പോഴും ഓർക്കുന്നുണ്ടാകും. സിംഗണസ് മെഷീൻ്റെ അതേ രീതിയിലുള്ള വൈൻഡിങ് ആണ് ഇൻഡക്ഷൻ മോട്ടറിന്. 3 ഫേസ് വൈൻഡിങ് ആണ്. A ഫേസ്, B ഫേസ്, C ഫേസ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ A ഫേസ് വൈൻഡിങ്ങിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോളിൻ്റെ അണ്ടറിൽ ഒരു ഫേസിനാണെങ്കിൽ 4 കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 കണ്ടക്ടറും കൂടെ കൂട്ടി ഒരു സ്ലോട്ടിലല്ല വെക്കുന്നത്, വ്യത്യസ്ത സ്ലോട്ടുകളിലായിട്ട് 4 സ്ലോട്ടുകളിലായിട്ട് ഇങ്ങനെ നിരത്തി വെക്കും. അപ്പോൾ ആദ്യം R ഫേസിൻ്റെ 4, പിന്നെ B ഫേസിൻ്റെ 4 സ്ലോട്ട്, പിന്നെ Y ഫേസിൻ്റെ, B ഫേസിൻ്റെ, പിന്നെ Y ഫേസിൻ്റെ RBY. RYB സീക്വൻസ് നമ്മൾ ആദ്യം R കൊടുത്താൽ പിന്നെ B ആണ് കൊടുക്കുന്നത്, പിന്നെ Y ആണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വെക്കും. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് അന്നേരം അവിടെ ഉണ്ട്.
പിന്നെ നമ്മൾ വേറെ ഒന്നുകൂടെ ചെയ്യുമല്ലോ, കോയിൽ സ്പാൻ ഫാക്ടർ. ഒരു കോയിൽ നമ്മൾ ഒരു കോയിലിന് 2 എൻഡ് ഉണ്ടല്ലോ, കോയിലിന് 2 എൻഡ് ഉണ്ട്. അപ്പം നമ്മൾ ഗോ സൈഡും റിട്ടേൺ സൈഡും. അപ്പോൾ ഇത് ഇങ്ങനെയാണല്ലോ ഒരു കോയിലിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗോ സൈഡ്, പോകുന്ന സൈഡ് നോക്കണം. അപ്പോൾ ഇത് ഇത് നിരവധി ടേണുകളുള്ള ചുരുളുകളുള്ള ഒരു കോയിലാണ്. ചുറ്റി ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇവിടെ ധാരാളം കോയിൽ ടേൺസ് ഉണ്ട്. ഇവിടെ അത്രയും നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട്, ഇത് ഫിനിഷ് എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഗോ സൈഡ് ഒരു നോർത്ത് പോളിൻ്റെ പകുതിക്കാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ സൈഡ് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും റിട്ടേൺ സൈഡ് 180 ഡിഗ്രി എപ്പാർട്ടല്ല. അപ്പാർട്ടാകാതെ ഒരു 30 ഡിഗ്രി കുറച്ചാണ് വെക്കുന്നതെങ്കിൽ അതിന് പറയുന്ന ഷോർട്ട് പിച്ച്ഡ് എന്നാണ്. സ്പാൻ കുറച്ച് വെക്കും, അതിന് പറയുന്ന ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ് എന്നാണ്. അപ്പം അതിൻ്റെ സ്പാൻ 180 ഡിഗ്രി വെക്കാതെ നമ്മൾ 30 ഡിഗ്രി കുറയ്ക്കാൻ അതിൻ്റെ സ്പാൻ 150 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ എത്ര ഡിഗ്രിയാണോ കുറച്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ഇത് 180 കൊടുക്കുന്നതിന് പകരം 30 ഡിഗ്രി കുറച്ച് നമ്മൾ ഈ റിട്ടേൺ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കുറച്ച് വെക്കുന്നത് ആൽഫ ഡിഗ്രീസ്. ഈ കുറച്ച് വെക്കുന്ന ആൽഫ ഡിഗ്രീസ് ആണെങ്കിൽ കോയിൽ സ്പാൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ആംഗിള്. കോയിൽ സ്പാൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ KC സമം കോസ് ആൽഫ ബൈ 2 എന്നൊക്കെ നമ്മളന്ന് ഡെറിവേഷൻ ചെയ്തായിരുന്നു. അതേപോലെ KD സമം എന്താണ്? KD ഈ സൈൻ M ബീറ്റ ബൈ 2 ബൈ M സൈൻ ബീറ്റ ബൈ 2. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻ നമ്മളൊന്ന് ഡിറൈവ് ചെയ്തു. KC ആൻഡ് KD. KC ഇത് ആൽഫയാണെങ്കിൽ എത്ര ആംഗിളാണോ കുറച്ച് വെച്ചിരിക്കുന്നത്, ആൽഫ ഇൻ ഇലക്ട്രിക്കൽ ഡിഗ്രീസ്. ഇഫ് ആൽഫ ഈസ് ദ കോഡിംഗ് ആംഗിൾ, ദ ആംഗിൾ ബൈ വിച്ച് ദ കോയിൽ ഈസ് ഷോർട്ട് കോഡഡ്, ദ ആംഗിൾ ബൈ വിച്ച് ദ കോയിൽ ഈസ് ഷോർട്ട് പിച്ച്ഡ്. അത് അങ്ങനെയാണെങ്കിൽ KC കോയിൽ സ്പാൻ ഫാക്ടർ ഈസ് കോസ് ആൽഫ ബൈ 2. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈ സൈൻ M KD ഈക്വൽ സൈൻ M ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ M സൈൻ ബീറ്റ ബൈ 2. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എപ്പോഴും ഓർത്തിരിക്കേണ്ട സംഗതികളാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ M എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. നമ്മളെ വൈൻഡിങ്ങിൻ്റെ ഒരു പോളിൻ്റെ അണ്ടറിൽ ഒരു ഫേസിന് എത്ര സ്ലോട്ടുണ്ട്? നമുക്കിപ്പോൾ 4 പോളുള്ള മെഷീനാണെങ്കിൽ ആദ്യത്തെ പോളിൻ്റെ അണ്ടറിൽ R ഫേസിന് 4 ഉണ്ടെങ്കിൽ B ഫേസിന് 4 സ്ലോട്ട് കാണും, Y ഫേസിന് 4 സ്ലോട്ട് കാണും. അപ്പം 4 × 3 12 സ്ലോട്ട് കാണും ആദ്യത്തെ പോളിൻ്റെ അണ്ടറിൽ. പിന്നെ 12 സ്ലോട്ട് കാണും രണ്ടാമത്തെ പോളിൻ്റെ അണ്ടറിൽ. മൂന്നാമത്തെ പോളിൻ്റെ അണ്ടറിലും 12 സ്ലോട്ട് കാണും. നാലാമത്തേൻ്റെ അണ്ടറിലും 12 സ്ലോട്ട് കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഫേസും എല്ലാ പോളിൻ്റെ അണ്ടറിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ M എന്ന് പറയുന്നത് ദിസ് M ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ, സ്ലോട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ, ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഫോർ ഈച്ച് ഫേസ് അണ്ടർ ഈച്ച് പോൾ. ഓരോ ഫേസിനും ഓരോ പോളിൻ്റെ അണ്ടറിൽ എത്ര സ്ലോട്ട് ഉണ്ടെന്നുള്ളതാണ് M എന്ന് പറയുന്നത്. Thus M will have a numerical value, say 2, 3. In the case of distribution, M will have a numerical value equal to 2 or greater than 2. Okay? And beta, what is beta? Beta is the slot angle. Beta എന്ന് പറയുന്ന സ്ലോട്ട് ആംഗിൾ. അപ്പോൾ ആദ്യത്തെ സ്ലോട്ടും ദിസ് ഇസ് ഫസ്റ്റ് സ്ലോട്ട് എന്ന് എടുക്കുക, രണ്ടാമത്തെ സ്ലോട്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ അതായത് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് സ്ലോട്ട്, അടുക്കിയുള്ള 2 സ്ലോട്ടുകളുടെ സെൻട്രൽ ലൈൻ തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ എന്ന് പറയുന്നത്, സ്ലോട്ട് ആംഗിൾ. സോ സ്ലോട്ട് ആംഗിൾ ക്യാൻ ബി 20 ഡിഗ്രീസ്, ഇറ്റ് ക്യാൻ ബി 10 ഡിഗ്രീസ്. ഒരുപാട് വലിയ മെഷീനാണെങ്കിൽ ഒരുപാട് സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പം ആ ബീറ്റ കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്കറിയാം. 180 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ. ഇതാണല്ലോ നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത്.
കാരണം ഒരു പോളിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിനണ്ടറിൽ 3 ഫേസുകൾക്കുമായിട്ട് എത്ര സ്ലോട്ട്, ഒരു പോളിൻ്റെ അണ്ടറിലുള്ള സ്ലോട്ട്സ് പെർ പോൾ 180നെ നമ്മൾ ഒരു പോളിൻ്റെ അണ്ടറിൽ എത്ര സ്ലോട്ട്സ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബീറ്റ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 3 ഫേസിനും കൂടെ 6, 6, 6, 18 സ്ലോട്ട് ഉണ്ടെങ്കിൽ 180 ഡിവൈഡ് ബൈ 18 സമം 10 എന്ന് വരും ഒരു സ്ലോട്ടിൻ്റെ ആംഗിൾ. അപ്പോൾ യു റിഫ്രഷ് യുവർ മെമ്മറി, യു റിഫ്രഷ് ദീസ് തിങ്സ് വിത്ത് ദ സിം നോട്ട്സ് ഓർ സിം ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അത് സിങ്ക്രണസ് മെഷീൻ ആയിരുന്നാലും ഇൻഡക്ഷൻ മെഷീൻ ആയിരുന്നാലും ഇതിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് ഒരേപോലാണ്. അപ്പോൾ അത് 3 ഫേസ് വൈൻഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിന് ബീറ്റ എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്ന സംഗതികളൊക്കെ ഉണ്ട്. എം എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷനാണ്, സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. അങ്ങനെയാണെങ്കിൽ KC ദ കോയിൽ സ്പാൻ ഫാക്ടർ ഈസ് കോസ് ആൽഫ ബൈ 2 ആൻഡ് KD is the distribution factor equal to sin m beta by 2 divided by m sin beta by 2. What do you know about KC and KD? Both KC and KD are less than 1. ഇത് രണ്ടും ഒന്നിൽ താഴെയായിരിക്കും, 0.9 0.95. ഇനി KC into KD is called what? KW is equal to KC into KD. ഇങ്ങനൊരു സംഗതിയും കൂടെ ഉണ്ട്. വൈൻഡിങ് ഫാക്ടർ KW is equal to KC into KD. ഇത് പഠിച്ചിട്ടുള്ളതാണ്. KCയും KDയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെ നമ്മൾ വിളിക്കുന്നത് KW എന്നാണ്. അപ്പം പലപ്പോഴും KC KD പ്രോഡക്റ്റായിട്ടാണ് വരുന്നത്, രണ്ടും കൂടെ വരുന്നത്. സംടൈംസ് KC വിൽ ബി ഈക്വൽ ടു യൂണിറ്റി, അത് ഒന്നാകാം. അങ്ങനെയാകുമ്പോൾ ഈസ് ഈക്വൽ ടു സിംപ്ലി KD. KW എന്ന് പറയുന്നതിനൊരു പേരുണ്ട്, അതിന് പറയുന്നത് വൈൻഡിങ് ഫാക്ടർ എന്നാണ് KW. അപ്പോൾ ഈ വൈൻഡിങ് ഫാക്ടർ എവിടെയാണ് വരുന്നത്? നമ്മുടെ EMF ഇക്വേഷനകത്ത് ഈ വൈൻഡിങ് ഫാക്ടർ വരും, സബ്സിക്വൻ്റായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഈ സംഗതിയൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. സിങ്ക്രണസ് മെഷീൻ പഠിച്ചെടുത്ത് തന്നെ നോക്കി പഠിക്കുക. ഇത് തന്നെ ആയിരിക്കും ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഈ ടേൺ. കാരണം വൈൻഡിങ് രണ്ടും ഒന്നാണ്. സിങ്ക്രണസ് മെഷീൻ ആയിരുന്നാലും ഇൻഡക്ഷൻ മോട്ടർ ആയിരുന്നാലും വൈൻഡിങ് ഒന്ന്. സോ വിത്ത് ദിസ് ലെറ്റ് us പാസ് ഓൺ ടു ദി ഡിസൈൻ ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ചില പ്രധാനപ്പെട്ട ടേംസ് ഉണ്ട്. ടോട്ടൽ മാഗ്നറ്റിക് ലോഡിങ്. ടോട്ടൽ മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാഗ്നറ്റിക് ലോഡിംഗ് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് എറൗണ്ട് ദി ആർമച്ചർ പെരിഫറി അറ്റ് ദി എയർ ഗ്യാപ്പ്. മെഷീൻ്റെ എയർ ഗ്യാപ്പ് എവിടെ വരുന്നത്? മെഷീനകത്ത് റോട്ടറും സ്റ്റേറ്ററിനും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എയർ ഗ്യാപ്പ് പോർഷനിൽ സ്റ്റേറ്റർ പെരിഫറിക്ക് അടുത്തായിട്ടാണ് ആർമച്ചർ പെരിഫറി എന്ന് നമ്മൾ പറയുന്നത്. ടോട്ടൽ മാഗ്നറ്റിക് ലോഡിംഗ് is the total flux around the armature periphery of the air gap, at the air gap. Total magnetic loading എന്ന് പറഞ്ഞാൽ അതാണ് ടോട്ടൽ ഫ്ലക്സ് അറൗണ്ട് ദ ഹോൾ എയർ ഗ്യാപ്പ്. അതെന്താണ്? എപ്പോഴും നമ്മൾ മെഷീൻ്റെ കാര്യങ്ങൾ ഡിറൈവ് ചെയ്തപ്പോഴേ നമ്മളാണെങ്കിൽ ഫ്ലക്സ് പെർ പോൾ എന്നും പറഞ്ഞാൽ ഒരു പോളിൻ്റെ അടിയിലുള്ള ഫ്ലക്സ് എന്നും പറഞ്ഞാൽ എടുക്കുന്നത്. ഒരു പോളിൻ്റെ ഫ്ലക്സ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പോളിനൂടെ ചുറ്റാകെയുള്ള ഫ്ലക്സ് എത്രയാണ്? 4 പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് പെർ പോൾ ദാറ്റ് ഇൻ ടു ദ നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ അതാണ് മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ മാഗ്നറ്റിക് ലോഡിംഗ് അതേ സിംപ്ലി ഇറ്റ് ഈസ് സിംപ്ലി ടോട്ടൽ ഫ്ലക്സ് ഈസ് 5P വേർ 5 ഈസ് ദ ഫ്ലക്സ് പെർ പോൾ. അപ്പോൾ ഇത് ഓർമ്മയിരിക്കേണ്ട കാര്യമാണ്. ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാലോ, ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് ഈസ് ദ ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ് അറൗണ്ട് ദി ആർമച്ചർ. ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ് അറൗണ്ട് ദി ആർമച്ചർ. ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ഇസഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിനെ സൂചിപ്പിക്കുന്ന സംഗതി ആയതുകൊണ്ട് ഓരോ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന IZ വെച്ചാണ്. അപ്പോൾ ഇസഡ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദി ഹോൾ ആർമച്ചർ. ആർമച്ചറിൻ്റെ ചുറ്റാകെയുള്ള ടോട്ടൽ കണ്ടക്ടേഴ്സാണ് ഇസഡ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ്, ഓരോ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട്, ഇപ്പോൾ 2 കണ്ടക്ടറിൽ കൂടെ ആണെങ്കിൽ IZ × 2. അങ്ങനെ മൊത്തമുള്ള ആംബിയർ കണ്ടക്ടേഴ്സ്, ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ്, അതാണ് Z × IZ അല്ലെങ്കിൽ IZ × Z. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് ഈസ് നത്തിങ് ബട്ട് മറ്റൊന്നുമല്ല ഈസ് ദ ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ് അറൗണ്ട് ദി ആർമച്ചർ. ആർമച്ചറിന് ചുറ്റാകെയുള്ള മൊത്തം ആംബിയർ കണ്ടക്ടേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത്? ദാറ്റ് ഈസ് IZ × Z. Where Z is the total number of conductors and IZ
ഈസ് ദി കറണ്ട് പെർ കണ്ടക്ടർ. ഓരോ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട്, അതാണ് IZ. ഇനി നമുക്ക് രണ്ട് ടേംസുകളുണ്ട്, ദ സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ആൻഡ് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ്.